ജെഎൻയു വിദ്യാർത്ഥി നജീബ് അഹമ്മദിന്റെ തിരോധാനത്തിൽ നിയമ പോരാട്ടം തുടരാൻ കുടുംബം സുപ്രീംകോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചു. കൃത്യമായ അന്വേഷണം നടത്താതെയാണ് സിബിഐ ഡൽഹി കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് കുടുംബവും വിദ്യാർത്ഥി സംഘടനകളും ആരോപിച്ചു. വിവിധ വിദ്യാർത്ഥി സംഘടനകളും നിയമ പോരാട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, നജീബിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾക്കുള്ള പിന്തുണ വർദ്ധിക്കുന്നു. പക്ഷേ സിബിഐ അടക്കം ഇത് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ നൽകിയതാണ്. ഇനി മറ്റെന്ത് അന്വേഷണത്തിനുള്ള സാധ്യതയാണുള്ളത്? അജൽസി, നജീബിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. കഴിഞ്ഞ ദിവസമായിരുന്നു ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ സിബിഐ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുകയും അത് കോടതി അംഗീകരിക്കുകയുമായിരുന്നു. നജീബിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം തുടരണം എന്നുള്ള നിർദ്ദേശവും കൂടി സിബിഐക്ക് കോടതി നൽകിക്കൊണ്ടാണ് തൽക്കാലത്തേക്ക് കേസ് അന്വേഷണം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയായിരുന്നു കുടുംബം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കൂടി നജീബിന്റെ ഉമ്മ നഫീസ് അറിയിച്ചത്. പിന്നാലെയായിരുന്നു സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാവുകയും ചെയ്തത്. കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ അന്വേഷണം തുടരന്വേഷണം നേടിയെടുക്കാനാണ് ഇപ്പോൾ കുടുംബം തീരുമാനിച്ചത്. ഒപ്പം നിരവധി വിദ്യാർത്ഥി സംഘടനകളും ഇതിന് പിന്തുണയുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ജെഎൻയുവിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രതിഷേധങ്ങൾ ക്യാമ്പസിനകത്ത് നടന്നിരുന്നു. തുടർന്നും നജീബിനായിട്ടുള്ള പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇപ്പോൾ വിവിധ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ സിബിഐയുടെ ഭാഗത്തു നിന്നുകൊണ്ടുണ്ടായി എന്നാണ് സിബിഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ നജീബിനെ കുറിച്ച് ഒരു തുമ്പും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത് അവസാനിപ്പിക്കുകയാണെന്നായിരുന്നു കോടതിയിൽ സിബിഐ അറിയിക്കുകയും അത് കോടതി അംഗീകരിക്കുകയുമായിരുന്നു. ഒപ്പം ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശവും കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ എന്തായാലും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സിബിഐയുടെ ഭാഗത്തു നിന്നുകൊണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എബിവിപിയുടെ മർദ്ദനത്തിന് പിന്നാലെയാണ് നജീബിനെ കാണാതായത്. ആ സമയം മർദ്ദിച്ച എബിവിപി പ്രവർത്തകരെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറായില്ല എന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെയും നജീബിന്റെ കുടുംബത്തിന്റെയും പ്രധാന ആരോപണം. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.